വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കി കാസർഗോഡ് ടൗൺ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ഇതൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നഗരസഭയുടെയും സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുട്ടികളുടെ സർഗവാസന, സാമൂഹ്യ പ്രതിബദ്ധത, രാഷ്ട്രസ്നേഹം, ബഹുമാനം, ആദരവ്, ദയ, കരുണ, ആർദ്രത എന്നീ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാസർഗോഡ് ടൗൺ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ഇതൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാസർഗോഡ് നഗരസഭയും സോഷ്യൽ പോലീസിംഗ് ഡിവിഷനും സ്കൂളും സംയുക്തമായി കുട്ടികളുടെയും പോലീസിന്റെയും കൂട്ടായ്മയിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മാതൃകാപരമായ ഈയൊരു പദ്ധതി കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിനായി സർക്കാരിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മണ്ഡലം MLA എൻ.എ. നെല്ലിക്കുന്ന് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ പറയുകയുണ്ടായി, നിയമസഭ സമ്മേളിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സബ്മിഷനോ കോളിംഗ് അറ്റൻഷനോ ഞാൻ ഉന്നയിക്കുമെന്ന് ഞാൻ അന്ന് ആ യോഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ചെയർമാൻ അതിവിടെ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ BD എന്നോട് ചോദിച്ചു, നിയമസഭയിൽ ഇപ്പോൾ 4 ദിവസം നിയമസഭ സമ്മേളിച്ചപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്ത്. ആ കൂട്ടത്തിൽ ഈ വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കാത്തത് എന്ന് നമ്മുടെ DD പറഞ്ഞു. ഇതളിന്റെ ലോഗോ പ്രകാശന കർമ്മവും MLA നിർവഹിച്ചു. ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ ചെറുവത്തൂർ മുഖ്യാതിഥിയായി എത്തി. ക്രൈംബ്രാഞ്ച് SP P. ബാലകൃഷ്ണൻ നായർ പ്രൊജക്ട് റിലീസ് ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV. മധുസൂദനൻ ഇതൾ ഡയറിയും ഇതൾ ഗീതവും പ്രകാശനം ചെയ്തു. ഇതൾ അംഗങ്ങളായ കുട്ടികൾക്കുള്ള യൂണിഫോം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് വിതരണം ചെയ്തു. ASP CM ദേവദാസൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സഹീർ ആസിഫ്, ഖാലിദ് പച്ചക്കാട്, രജനി, ശ്രീലത, AEO അഗസ്റ്റിൻ ബർണാഡ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഇല്യാസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് റാഷിദ് പൂരണം സ്വാഗതവും പ്രധാനാധ്യാപിക ഭാരതി നന്ദിയും പറഞ്ഞു. 3 ലക്ഷം രൂപയാണ് ഇതൾ പദ്ധതിക്ക് വേണ്ടി കാസർഗോഡ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത്. 2024 നവംബർ മാസം മുതൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത, അച്ചടക്കം, വിദ്യാഭ്യാസം, അഭ്യുന്നതി എന്നിവ ലക്ഷ്യമിട്ട് പരീക്ഷണാർത്ഥം വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഈ പദ്ധതി നടത്തിവരുന്നുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ അനാശാസ്യമായ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തെന്നി വീഴാതിരിക്കാനും ലഹരിമരുന്ന് പോലുള്ള വസ്തുക്കളുടെ സ്വാധീനത്തിൽ പെടാതെ സുരക്ഷിതമായിരിക്കാനും സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ അവതരിപ്പിച്ച ചിൽഡ്രൻസ് ആൻഡ് പോലീസ് എന്ന ആശയം ഇതൾ എന്ന പേരിൽ സമൂഹം ശ്രദ്ധിക്കുന്ന വൻ പദ്ധതിയായി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതളിലെ കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.